വേട്ടയൻ അങ്ങനെ വ്യാഴാഴ്ച ഒക്ടോബർ 10 റിലീസ് ചെയ്യാനിരിക്കുകയാണ്. കങ്കുവായിട്ട് ക്ലാഷ് ഒക്കെ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കങ്കുവയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ നവംബർ 14 മാറ്റി. സോ ഈ മാസം വലിയ സിനിമകളെന്ന് പറയാൻ പറ്റുന്നത് ഇത് മാത്രമാണ്. പിന്നെ ദീപാവലിക്ക് 1-2 ചെറിയ റിലീസുകളുണ്ട്. പ്രത്യേകിച്ച് അമരനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ വേട്ടയൻ ഇപ്പോൾ ഈ ഒരു റിലീസ് ഷെഡ്യൂളിൽ തന്നെ ഒരു സോളോ റിലീസായിട്ട് വരുന്ന സാധനമാണ്. കൂടെ കോമ്പീറ്റ് ചെയ്യാൻ ആരുമില്ല. സോ ഒരു വലിയ ഗ്യാപ്പ് ഈ സിനിമയ്ക്ക് കിട്ടുന്നതായിരിക്കും എങ്ങനെ പോയാലും. സോ അതുകൊണ്ട് തന്നെ ഒരു വലിയ റണ്ണ് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സിനിമയിൽ ഇറക്കുന്നത്. ആൻഡ് ഈ പടം ഒരു പക്ക മാസ് മസാല എൻ്റർടൈനർ ആയിരിക്കില്ല, ഒരു മാസ് ആൻഡ് ക്ലാസ് കൂടിയ ഒരു പടമായിരിക്കും എന്നാണ് ഇതിൻ്റെ ട്രെയിലറൊക്കെ തന്നെ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി പുറത്തിറങ്ങിയ പ്രിവ്യൂ ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് പോകാനായിരിക്കും സിനിമ ശ്രമിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ കാസ്റ്റ് ലിസ്റ്റും സിനിമയിലുണ്ട്. അവർക്കൊക്കെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസും കൊടുത്ത് ഒരു സ്റ്റോറി ഡ്രിവൺ മൂവി ആയിരിക്കും, അപ്പാർട്ട് ഫ്രം എ ക്യാരക്ടർ ഡ്രിവൺ മൂവി എന്നതാണ് ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. ജെയ്ബിയുടെ ഡയറക്ടറാണ്. സോ ജെയ്ബി നല്ലൊരു കിടിലം പടമായിരുന്നു. പക്ഷേ OTT റിലീസായിട്ട് മാത്രം ഒതുങ്ങിപ്പോയൊരു സിനിമ. പക്ഷേ അതിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു പൊളിറ്റിക്സും കണ്ടന്റും സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടൊരു കണ്ടന്റ് ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനൊപ്പം തന്നെ രജനിഫൈഡ് ആവാനുള്ള എല്ലാ എലമെന്റ്സും ചേർത്തുകൊണ്ടായിരിക്കും ഈ സിനിമ ഒരുക്കിയിട്ടുണ്ടാവുക. 50 രൂപയൊക്കെയാണ് ഇതിൽ സ്റ്റൺസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ആക്ഷൻ പാക്ഡ് സാധനം തന്നെയായിരിക്കും. പക്ഷേ 3 മണിക്കൂറിനടുത്ത് അല്ലെങ്കിൽ ഒരു 2.25 മണിക്കൂറിൻ്റെ ഈ സിനിമ അതിലെന്താണ് ഇവർ പ്രോപ്പറായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ക്ലിയർ പിക്ചർ എവിടെ നമുക്ക് ട്രെയിലറിലൊന്നും കിട്ടുന്നില്ല. സോ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ കയറി കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കഥയായിരിക്കും. പക്ഷേ അമിതാഭ് ബച്ചനുമായിട്ട് ക്ലാഷ് വരുമ്പോൾ എങ്ങനെയാണത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നത് എന്ന് നമുക്കറിയില്ല. ഈ സിനിമയിൽ തന്നെ മെയിൻ വില്ലൻ ആരാന്ന് പോലും റിവീൽ ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രിമൈസ് സെറ്റ് ചെയ്തിട്ടാണ് സിനിമ നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻസിനെ കഴിഞ്ഞാടാൻ പറ്റുന്ന ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിരിക്കില്ല ഈ സിനിമ എന്ന മൈൻഡോടെ വേണം ഈ സിനിമയ്ക്ക് കയറാൻ. നല്ല സ്റ്റോറി ഡ്രിവൺ സിനിമ, അതിൽ ഈ പറയുന്ന കാസ്റ്റിനൊക്കെ തന്നെ കിടിലൻ റോൾസ് പ്രസന്റ് ചെയ്ത് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന ഒരു ചിത്രമായിരിക്കും എന്ന പ്രതീക്ഷയോടെ വേണം ഈ സിനിമയ്ക്ക് കയറാൻ. ആൻഡ് അനിരുദ്ധാണ് ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ അല്ലെങ്കിൽ റീസെന്റ് ഇറങ്ങുന്ന എല്ലാ രചനപ്പടങ്ങൾക്കും അനിരുദ്ധ് തന്നെയാണ്. ഇനി അടുത്തിറങ്ങാതിരിക്കുന്ന കൂലിക്ക് അനിരുദ്ധ് തന്നെയാണ്. സോ ഇതിൽ ഈ ഓൾറെഡി ആ ഒരു ഓണത്തിന് കറക്റ്റ് ആ ടൈമിൽ അവർ റിലീസ് ചെയ്ത മറ്റേ മനസ്സിലായ പാട്ടൊക്കെ എത്ര വൈറലായി നമുക്കറിയാം. അനിരുദ്ധിൻ്റെ ആ ഒരു ലെഗസി ഒരിക്കലും തീരുന്നില്ല. പ്രത്യേകിച്ച് രജനി അനിരുദ്ധ് കോംബോയും അത് എപ്പോഴും സക്സസ് തന്നെ ആയിട്ടുള്ളതാനും. പക്ഷെ എന്നിരുന്നാലും ഫാൻസൊക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഈ സിനിമയേക്കാൾ കൂടുതൽ അടുത്ത് വരായിരിക്കും രജനി പടമായ കൂലിയെ പറ്റിയായിരിക്കും. അതിൻ്റെ ആ ഒരു പ്രിവ്യൂ അടക്കം അടിപൊളിയായിരുന്നു. ലോകേഷ് കനാൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സോ അദ്ദേഹം എങ്ങനെയാണ് രജനിയെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു വയലൻ്റ് ആയിട്ടുള്ള ബ്ലഡ്ഷഡ് ആയിട്ടുള്ള ആ ഒരു വേൾഡിൽ എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യാൻ എന്നതാണ് എല്ലാവരും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഘടകം. അത് LCU ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരാത്ത സിനിമയൊക്കെയാണ്, ഒരു സ്റ്റാൻഡ് അലോൺ സ്വഭാവമുള്ള ഒരു മൂവി. പക്ഷേ രജനി ലോകേഷ് കോംബോ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഹൈപ്പ് ഉണ്ട്. അത് അടുത്ത വർഷമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സോ അതൊരു പക്ക ഫാൻ ഫസ്റ്റ് ആവുമെങ്കിൽ ഇതൊരു ക്ലാസ് മൂവി ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ സിനിമ ഒക്ടോബർ 10 ഈ വ്യാഴാഴ്ചയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ അവർ പ്രോപ്പർ എക്സ്പെക്ടേഷനോടെ പോവുക. ഒരുപാട് എക്സ്പെക്ട് ചെയ്താൽ ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ആ രീതിക്കുള്ള ഒരു ഫാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കുറവായിരിക്കും സിനിമയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല, കണ്ടു തന്നെ നമുക്കറിയാം. സോ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളെ പ്രതീക്ഷകൾ ഷെയർ ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം.